1 കിലോൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക്, അതും റൗണ്ട് ഷേപ്പിലുള്ള കേക്കിനെ എങ്ങനെ നമുക്ക് ആർട്ട് ഷേപ്പിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ 4 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സാധാ പോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ലെവലിൽ തടവിയിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തടവിയെടുക്കുക. നന്നായിട്ട് എല്ലായിടത്തുനിന്ന് പോലെ തടവെടുക്കാം. ഓക്കെ, നമ്മൾ മോൾഡ് റെഡിയായി. അതിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെച്ചാൽ മതി. ഓക്കെ, അതിൽ നമുക്ക് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് തന്നെയാണ് ഫ്ലോർ മിക്സിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് റെഡ് വെൽവെറ്റിലേക്ക് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ. ഓക്കെ, 1 കപ്പ് ഇട്ട് ഞാൻ അടുത്തത് 2ാമത്തെ കപ്പ്, അങ്ങനെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. അപ്പോൾ ഈ കൊക്കോ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് വെൽവെറ്റിന് ആ കൊക്കോ പൗഡറിന് ടേസ്റ്റ് ഒന്നും വരില്ല. ജസ്റ്റ് ആ റെഡ് വെൽവെറ്റ് നല്ല റെഡ് കളറിലൊന്ന് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് റെഡ് വെൽവെറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്. 2 കപ്പ് മൈദ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് കറക്റ്റ് 1 kg തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിൽമയുടെ 1/2 കപ്പ് തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ കളറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടൂൾസ് ആൻഡ് ഇൻഗ്രീഡിയൻസ് വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ട് ആ വീഡിയോ. ഓക്കെ, ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെയുള്ള സെക്കൻഡ് സ്റ്റെപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേർഡ് സ്റ്റെപ്പ്. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ്. അതിന് പഞ്ചസാര പൊടിച്ചത്, ഷുഗർ പൗഡർ വേണം, അതുപോലെ തന്നെ 3 മുട്ട വേണം, ബട്ടർ മിൽക്കി മിസ്റ്റിൻ്റെ അൺസോൾട്ടഡ് ആയാലും സോൾട്ടഡ് ആയാലും രണ്ടായാലും കുഴപ്പമില്ല, ബട്ടർ വേണം, അതുപോലെ തന്നെ വാനില എസൻസും. ഷുഗർ പൗഡർ 2 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ബട്ടർ നന്നായിട്ട് അലിയണം. റൂം ടെമ്പറേച്ചറിലാവണം. നമ്മൾ ചെടീനെ കുറച്ച് മുന്നായിട്ട് പുറത്തെടുത്ത് വെക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവണം ക്രീം, ബട്ടർ. ഓക്കെ, എന്നിട്ട് ആ ബട്ടർ ഒരു പാത്രത്തിൽ ഇടാം. അതൊന്ന് ശ്രദ്ധിക്കുക, നല്ല ക്രീമി പോലെ, തണുപ്പ് പാടില്ല. അതിന് സോൾട്ടഡ് ആയാലും അൺസോൾട്ടഡ് ആയാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരു മീഡിയം സ്പീഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ ഷുഗർ പൗഡർ 2 കപ്പ് ഷുഗർ പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഷുഗർ പൗഡർ ഞാൻ അളന്നെടുത്ത് വെച്ചതാണ്. ഓക്കെ, ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് ക്രീമി ആയിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ബീറ്റർ ഓൺ ആക്കിയിട്ടില്ല, കാരണം പഞ്ചസാര പൊടി ഒന്ന് ഒതുക്കിയതിന് ശേഷം ബീറ്റർ ഒന്ന് ഓൺ ആക്കാം. ഓക്കെ, ഇനി ബീറ്റർ ഒന്ന് ഓൺ ആക്കിയിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ നല്ല ക്രീമി ആയിട്ട്, നമ്മൾ ബട്ടർ ക്രീം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവൽ എത്തുന്നവരെ നല്ല ക്രീമി ആയിട്ടൊന്ന് അടിച്ചെടുക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക, നല്ല ഹൈ സ്പീഡിൽ തന്നെ അടിച്ചെടുക്കാം. ഓക്കെ, ഈ ബട്ടറിന് പകരം, ബട്ടർ ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക് തന്നെ 1/2 കപ്പാണ്. അതിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കാം, 1/4 കപ്പ് ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. ഇനി അതുമല്ല, ഫുൾ 1/2 കപ്പ് ഓയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നല്ല ക്രീമി ആവുന്ന ലെവൽ വരെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബട്ടർ ക്രീം, ഇതുപോലെ നമ്മൾ ബട്ടർ ക്രീം ചെയ്യാറ് കണ്ടോ, നല്ല ക്രീമി ആയിട്ടുണ്ട് ബട്ടർ. നമ്മൾ ബട്ടർ ക്രീം, ബട്ടറും വാനില എസൻസും ഷുഗർ പൗഡറൊക്കെ നന്നായിട്ട് അടിഞ്ഞിട്ട് ഇനി അതിലേക്ക് നമ്മൾ 3 മുട്ടയിൽ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഒരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് ബീറ്റ് ചെയ്യാം, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 2ാമത്തെ മുട്ട എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ കുറച്ച് സെക്കൻഡ്സ് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ 3 മുട്ടകളും ഒറ്റയടിക്ക് ഒഴിക്കാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് 3ാമത്തെ മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് ഒരു മിനിറ്റൊക്കെ നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ഷുഗർ പൗഡർ മുട്ടയും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു തരി പോലെ ഒന്നും നിൽക്കരുത്, കാരണം പഞ്ചസാര പൊടിച്ചത് നന്നായിട്ട് മുട്ടയും കൂടെ മിക്സ് ആയില്ലെങ്കിൽ ലാസ്റ്റ് കേക്കിൻ്റെ താഴെ ഇങ്ങനെ ഒരു കട്ടി പോലെ വരും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആവണ വരെ തന്നെ അടിച്ചെടുക്കണം. കുറച്ച് മിനിറ്റുകൾ വെച്ചിട്ട് നിങ്ങൾ അടിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് സൈഡ് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. യെസ്, ഇനി അടുത്തത് നമ്മൾ തൈരും കളറും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം, ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അടിക്കണമെന്നില്ല, ജസ്റ്റ് കുറച്ചൊരു സെക്കൻഡ്സ് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് റെഡ് വെൽവെറ്റ് ഉണ്ടാക്കാൻ ബീറ്ററിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്കിനി ബീറ്റർ മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്കതൊന്ന് സ്പാച്ചിലേറ്റ് ഒന്നതൊന്ന് നന്നായിട്ട് കേക്ക് മുട്ടയുടെ ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കണ്ടില്ല, ഒരു തരി പോലെയൊക്കെ വരും. നിങ്ങൾ വെറി ആവേണ്ട ആവശ്യമില്ല, ഒരു പിരിഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യും, കുഴപ്പമില്ല. നമ്മൾ ഫ്ലോറൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവും. ഈ സാധാരണ നമ്മൾ കേക്കിൽ ചെയ്യും പോലെ തന്നെ അരിപ്പ വെച്ചിട്ട് പതുക്കെ അതിലേക്ക് 3-4 തവണകൾ പൊടികളിട്ടിട്ട് നമുക്കത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, പതുക്കെ ആയിട്ട്. ഓക്കെ, അത് നമ്മൾ ബാറ്ററിൻ്റെ ലെവൽ കണ്ടില്ലേ, നല്ലൊരു ടൈറ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മൾ ബാറ്ററി വരിക. ഓക്കെ, ഒരു മുറിഞ്ഞ് പോകുന്ന ലെവൽ കണ്ടില്ലേ, അതുപോലെയാണ് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ബാറ്ററിൻ്റെ ലെവൽ വരിക. ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 7 ഇഞ്ചിൻ്റെ മോഡലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു മുറിഞ്ഞ് വീഴുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേക്കിൻ്റെ ബാറ്ററിൻ്റെ ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ,
നമുക്കത് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ വരെ ബേക്ക് ചെയ്യാൻ വെക്കണം. വോൾട്ടേജിനനുസരിച്ചിട്ട് ചിലപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ റെഡ് വെൽവെറ്റിന് ബേക്കിംഗ് ടൈം എടുക്കും. കാരണം നമ്മൾ പാലോ തൈരോ ഉപയോഗിച്ച് ഏത് കേക്ക് ഉണ്ടാക്കിയാലും ബേക്കിംഗ് ടൈം കൂടുതലായിരിക്കും. പിന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം ഹാർഡായിട്ട് പൊട്ടി വന്നിട്ടുണ്ടാവും. അത് കണ്ടിട്ട് വെറി ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, കണ്ടില്ല നമ്മൾ റെഡ് വെൽവെറ്റ് റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗം കണ്ടില്ല, ഒന്ന് വിണ്ട് പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. കേക്ക് മോൾഡ് നല്ല തണുത്തതിന് ശേഷം ഞാൻ മോൾഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ കളഞ്ഞിട്ടുണ്ട്. ബ്രൗൺ കളർ കണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട കേട്ടോ. അത് കട്ട് ചെയ്ത് വരുമ്പോൾ നല്ല റെഡ് കളർ തന്നെ വരും. ഓക്കെ, നമുക്ക് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. മുകൾ ഭാഗം നല്ല ഹാർഡായിരിക്കും, അങ്ങനെ വിണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അത്രയും ഭാഗം നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റും. പിന്നെ നമുക്ക് ആ കേക്ക് നിന്ന് 3 ലെയർ കിട്ടുള്ളൂ. അപ്പോൾ ആ 3 ലെയർ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്ത് വരുമ്പോൾ 1 kg തന്നെ നമുക്ക് കറക്റ്റ് 1 kg കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. 2 കപ്പ് മൈദ ഉപയോഗിച്ച് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. കറക്റ്റ് നമുക്ക് 1 kg തന്നെ ചെയ്തെടുക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സാധാ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തല്ലോ, അതൊന്ന് ചെയ്യാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒരുപാട് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒരുപാട് അടിച്ചാൽ കട്ട കുത്തി പോകും. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് കറക്കി എടുത്തതാണ്. കണ്ടില്ലേ, ഇതുപോലെ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ നല്ല കണ്ടെയ്നറാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാട്ടോ. എത്ര കാലം നിൽക്കും കേട് വരാതെ. ഓക്കെ, ഇപ്പോൾ ഞാനത് ഏകദേശം നമ്മൾ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞു റൗണ്ട് കേക്ക് നമ്മൾ സ്ക്വയറിലാക്കണം. അതുകൊണ്ട് ഞാനിവിടെ റൗണ്ട് കേക്ക് നമ്മൾ ഹാർഡ് ഷേപ്പ് ആക്കണം. അതുകൊണ്ട് ഞാൻ സ്ക്വയറിൻ്റെ മോൾഡാണ് ബേസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് വെച്ചിട്ട് ഈ ബേസിൻ്റെ ഒരു കോർണറിലേക്ക് ഈ കേക്കിനെ നീക്കി കൊണ്ടുവരണം. സെൻറ്ററിൽ വെക്കാതെ കുറച്ചൊരു കോർണറിലേക്ക് കൊണ്ടുവെക്കണം. കാരണം നമ്മൾ എന്ത് ചെയ്യുക, ഹാർഡ് ഷേപ്പ് ആക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് സാധാ ഫ്രോസ്റ്റിംഗ് പോലെ തന്നെ സിറപ്പ് ഒഴിക്കുക. ഫ്രഷ് വിപ്പിംഗ് ക്രീം ഇടാം. എന്നിട്ട് സാധാ നമ്മൾ ക്രീം കോട്ട് വരെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ സാധാ ഫ്രോസ്റ്റിംഗ് ആണ് കാണിക്കുന്നത്, ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് അല്ല. സാധാരണ റെഡ് വെൽവെറ്റിന് ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കാറ്. കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. 850, 650 ആ റേറ്റൊക്കെയാണ് റെഡ് വെൽവെറ്റിന് വരുന്നത്. ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് 3 ലെയറും വിത്ത് ക്രം കോട്ടിങ് വരെ നമുക്കിത് ഒന്ന് ചെയ്തെടുക്കാം. ആ സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കും കേട്ടോ. ക്രം കോട്ടിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രം കോട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ റൗണ്ട് കേക്കിന് ഹാർഡ് ഷേപ്പുള്ളതിലാക്കി അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ 4 പാർട്ടായിട്ട് കട്ട് ചെയ്യില്ല, ജസ്റ്റ് ഒരു അടയാളം വെച്ചെടുക്കാം. എന്നിട്ട് ഒരു കോർണർ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു വി ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വെക്കണം. ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ ആ ബേസിൻ്റെ തുമ്പത്തേക്ക് കേക്കിന് മാറ്റി വെച്ചതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇതുപോലെ വെക്കണം. അവിടെ നമ്മൾ ക്രം കോട്ട് ചെയ്തുകൊണ്ട് ക്രീം ഉണ്ടായതുകൊണ്ട് ആ ഭാഗം അവിടെ പ്രസ്സായി നിന്നോളും. ഡോണ്ട് വറി. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ കേക്ക് അവിടെ കറക്റ്റായിട്ട് ഫില്ലായി നിന്നോളൂ. ഇനി ഇതിന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു ക്രം കോട്ട് ചെയ്യാം. ഓക്കെ, 2 സൈഡിലും ഭാഗത്തായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് റെഡിയാക്കാം. 2 സൈഡും ഒന്ന് ക്രം കോട്ട് ചെയ്യണം. എന്നിട്ട് ഫൈനൽ ക്രം കോട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രോസ്റ്റിങ്ങിലൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല വിചാരിക്കേണ്ടത്. പിന്നെ ഹാർഡ് ഷേപ്പിലുള്ളതാണ്, കുറച്ച് ടൈം എടുക്കും. നമ്മൾ റൗണ്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, ഹാർഡ് ഷേപ്പിൽ ആ ഫിനിഷിങ്ങിൽ കിട്ടാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ നല്ല ഫിനിഷിങ് ചെയ്യാം. ഓക്കെ, ക്രം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ല കുറേശ്ശെ അല്ലാണ്ട് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് നല്ല ക്രീം തേച്ചിട്ട് സൈഡും മുകൾ ഭാഗമൊക്കെ ഫിനിഷ് ചെയ്യണം. ഹാർഡ് ഷേപ്പാണ്, ഇച്ചിരി പാടാണ്, നല്ല കുഴപ്പമില്ല, നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് നല്ല ഹാർഡ് ഷേപ്പിൽ നമുക്ക് കേക്ക് ഏകദേശം വരുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിനും ക്ലിയർ ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് ഫ്രോസ്റ്റിംഗ് എളുപ്പമായിരിക്കും ഫൈനലിലേക്ക് വെക്കാണ്ട്. പിന്നെ അധികം ചിലവരൊക്കെ മുകൾ ഭാഗം ക്ലീൻ ലെവലാക്കിയതിന് ശേഷം സൈഡ് ലെവലാക്കുന്നവരുണ്ട് കേട്ടോ, അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഞാൻ അധികം ഫ്രോസ്റ്റിംഗ് ചെയ്യാറ് സൈഡ് ക്ലിയർ ചെയ്തിട്ട് ഞാൻ മുകൾ ഭാഗത്തേക്ക് പോകാറുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫ്രോസ്റ്റിംഗ് കഴിയുന്ന പോലെ ഫീൽ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് നമ്മൾ റോസ്റ്റിംഗ് ചെയ്ത് കഴിയാറായി. ഇനി മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ ക്രീമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് റെഡിയാക്കാം. റോസ്റ്റിംഗ് നമുക്ക് ഫിനിഷിങ്ങിലാക്കി എടുക്കാം. ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹാർഡ് ഷേപ്പ് റെഡിയായി, ബേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള റെഡ് വെൽവെറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ, അതെടുത്തിട്ട് അരിപ്പ വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഡെക്കറേഷൻ പരിചയപ്പെടുത്താണ്. ഈ ഡെക്കറേഷൻ നല്ല രസമാണ്, കാണാൻ നല്ല ഭംഗിയാണ്, കുറച്ച് സ്റ്റാൻഡേർഡും ഫീൽ ചെയ്യും. ഓക്കെ, അതൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തട്ടി കൊടുത്താൽ അത് പൊടി ഇങ്ങനെ വീഴുമ്പോൾ വൈറ്റിൽ റെഡ് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇപ്പോഴും ഈ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ സൈഡ് ഭാഗം ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ബേസ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് സൈഡ് ഭാഗത്തിലേക്ക് ഒന്നിങ്ങനെ അരിപ്പ കൊണ്ടൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേസ് പിടിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്ലിപ്പ് ആവാതെ നോക്കണം. ഓക്കെ,
സൈഡ് ഭാഗമൊക്കെ ഇനി സൈഡിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ടൈം ഇതുപോലെ സേവ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, സൈഡ് ഭാഗത്ത് നല്ല ക്ലിയർ ആയി. വാവ്, ഈ ഫ്രണ്ടിൽ നല്ല കട്ടിയിൽ റെഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെക്കറേഷൻ ഐഡിയാസൊക്കെ നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെ വരുന്നത് നിങ്ങളുടെ ഒരു മൈൻഡ് പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്ത് നല്ല ടൈറ്റ് നല്ല കട്ടി തന്നെ റെഡ് ഇതാക്കുന്നുണ്ട്. വാവ്, സൂപ്പറായി. ഓക്കെ, അങ്ങനെ നമ്മൾ 1 kg റൗണ്ടിലുള്ള കേക്ക് ഹാർട്ട് ഷേപ്പിൽ റൗണ്ടിലുള്ള കേക്ക് നമ്മൾ ഹാർട്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് പാലറ്റി നൈഫ് ഉപയോഗിച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്താൽ കേക്കിന് ഒരു ബൗണ്ടറി ആയി നമ്മൾ ബേസ് ക്ലിയർ ആവും ചെയ്യും. ഓക്കെ, യെസ്, നമ്മൾ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 1 kg കേക്ക് ഇവിടെ റെഡിയായി. ഓക്കെ, താങ്ക് യു.